അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഷമ്മാസും ഉസ്താദും എല്ലാവരും കൂടെ അതാ ആ കൊച്ചു വീട്ടിലേക്ക് പോവുകയാണ്. അതെ, സൗദിയുടെ വീട്ടിലേക്ക്. കഥയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഇന്നലെ ഇട്ട വീഡിയോയിൽ വന്ന ഒരു കമൻറ്റ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും എല്ലാം തീർത്തു കൊടുക്കട്ടെ. റഷീന കെ എന്നുള്ള ഒരു ഐഡിയയിൽ നിന്നാണ് വന്നിട്ടുള്ളത്. സൽവ, ഞാൻ സ്ഥിരമായി കഥകൾ കേൾക്കാറുണ്ട്. എൻ്റെ ഹസ്ബൻഡ് പെട്ടെന്ന് 4 മാസം മുമ്പ് മരണപ്പെട്ടു പോയി. ദ്വാ ചെയ്യണേ. ചെറിയ മക്കളാണ്, സഹായത്തിന് ആരുമില്ല, വീടില്ല, വാടകയ്ക്ക് താമസിക്കുകയാണ്. പടച്ച റബ്ബേ, അല്ലാഹുവേ, നിന്റെ ഖജന വിശാലമാണല്ലോ അല്ലാ റഹ്മാനെ. അവർക്ക് നീ കാരുണ്യം വർഷിക്ക് റഹ്മാനെ. അവരുടെ മനസ്സിലെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു പരിശുദ്ധമാക്കപ്പെട്ട മാസത്തിൽ ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു അല്ലാഹുവേ, അവരുടെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും നീ തീർത്ത് കൊടുക്ക് റഹ്മാനെ. എല്ലാ കടങ്ങളും വീട്ടി കൊടുക്ക് റഹ്മാനെ. നല്ലൊരു വീട് അല്ലാഹുവേ അവർക്ക് വേണ്ടി നീ നൽക റഹ്മാനെ. ആമീൻ. അവരുടെ മരണപ്പെട്ടു പോയ ആ പിതാവിന് റഹ്മാനെ അവരുടെ ഖബറിടം സ്വർഗ്ഗപ്പൂന്തോപ്പാക്കി കൊടുക്ക് റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയി എല്ലാവരുടെയും ഖബറിടം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി തരട്ടെ, സ്വർഗ്ഗപ്പൂങ്കാവനം ആക്കി തരട്ടെ. അല്ലാഹ് പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് ഞങ്ങളെല്ലാവരും നീ കാത്ത് രക്ഷിക്ക് റഹ്മാനെ. ആമീൻ. പിഞ്ചു മക്കളുടെ ആ ഉമ്മയാണ് കമൻ്റ് ഇട്ടത്. വല്ലാത്ത സങ്കടം കേട്ടപ്പോൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് തന്നെ എല്ലാം ക്ലിയർ ആക്കി തരട്ടെ. അള്ളാഹു ഉണ്ടല്ലോ നമുക്ക്, അല്ലേ? എല്ലാം ശരിയാവും, റബ്ബുണ്ടല്ലോ മേലേ, എല്ലാം ശരിയാകും. എന്താണ് നിന്റെ നിരാശ, വെടിയല്ലേ പ്രതീക്ഷ. പടച്ച റബ്ബുണ്ട് നമുക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ ചോദിക്കുക, പടച്ച റബ്ബ് നമുക്ക് നൽകും ഇൻഷാ അല്ലാഹ്. നമ്മുടെ എല്ലാവരും ഒന്ന് ദുആ ചെയ്യട്ടോ. ആ ഒരു ഉമ്മക്കും ആ ഒരു മക്കൾക്കും പഠിച്ചവനെ പെട്ടെന്നൊരു നല്ല വീട് നീ കൊടുക്ക് റഹ്മാനെ. ഒരുപാട് ആളുകൾ വീടില്ലാത്തവരൊക്കെ ഉണ്ട് പഠിച്ചവനെ. എല്ലാവർക്കും നീ ഹൈറായ വീട് നൽകി റഹ്മാനെ. റഹ്മത്തും ബർക്കത്തും പ്രദാനം ചെയ്യേ. ആമീൻ. ഏകദേശം 40,000-ഓളം കാണുന്ന നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ആരെങ്കിലും ഒരു ആമീൻ പറഞ്ഞിരുന്നെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കും. ഒരിക്കലും നമ്മൾ ദുആ ചെയ്തിട്ട് ഉത്തരം കിട്ടില്ല എന്നൊന്നും നമ്മൾ വിചാരിക്കരുത്. അല്ലാഹു റഹ്മാൻ റഹീമുമാണ്, കാരുണ്യവാനും കരുണാനിധിയുമാണ്. പ്രത്യേകിച്ച് ഈ പുണ്യ റമദാൻ മാസത്തിൽ നമ്മൾ എന്തൊക്കെ തന്നെ അള്ളാഹുവിനോട് ചോദിച്ചാലും നമുക്ക് കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അങ്ങനെ അതാ സൗദിയുടെ ആ ഒരു കൊച്ചുകുടിലേക്ക് അവരെല്ലാം എത്തുകയാണ്. നോമ്പ് തുറക്ക് ക്ഷണിക്കുവാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അതും നമ്മുടെ ഐഷമ്മ പ്രത്യേകമായി പറഞ്ഞിട്ട്. അന്നൊരു ഇഫ്താർ മീറ്റിംഗ് സംഘടിപ്പിക്കുവാനുള്ള കാര്യം മറ്റൊന്നുമല്ല, നമ്മുടെ പ്രിയപ്പെട്ട നവാസിൻ്റെ പൊന്നുമോനും ഉമ്മച്ചിയും ഒരുമിച്ചിരിക്കുന്നു എന്നുള്ള സന്തോഷം കൊണ്ട് ഐഷുമ്മാക്ക് വല്ലാത്തൊരു സന്തോഷമായിരുന്നു. അവർ പടച്ച റബ്ബിനെ സ്തുതിക്കുകയാണ്. അല്ലാ റബ്ബേ, പഠിച്ചോനെ, ഉമ്മയും കുട്ടികളൊക്കെ ഒപ്പായല്ലോ റബ്ബേ. ഇനിയെങ്കിലും ഒരു ഭാഗത്തിരുന്നിട്ട് റഹ്മാനെ നിന്നെ ഞാനൊന്ന് സ്തുതിക്കട്ടെ. മനസ്സിനുള്ളിൽ നെഞ്ചിനുള്ളിൽ തീയായിരുന്നു അല്ലാ. എൻ്റെ നെഞ്ചിലെ തീ റഹ്മാനെ അല്പം അണഞ്ഞു റഹ്മാനെ, നിൻ്റെ കാരുണ്യം കൊണ്ട്. അല്ലാ, ലൈലത്തുൽ ഖദ്റിൻ്റെ അവസാന നിമിഷങ്ങളാണ് പഠിച്ചോനെ. ഏത് നിമിഷവും ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്ന രാവുകളാണല്ലാ. ഇനിയെങ്കിലും റഹ്മാനെ നിന്നിലേക്കൊന്ന് അടുക്കാൻ എനിക്കൊന്ന് കഴിയണം റഹ്മാനെ. മനസ്സിൻ്റെ ഉള്ളിനുള്ളിലെ വേദന കാരണം പലപ്പോഴും എന്തൊക്കെയോ മനസ്സിനുള്ളിലേക്ക് കടന്നു വരികയായിരുന്നു. ഇപ്പോൾ റഹ്മാനെ എൻ്റെ പൊന്നു മോൻക്ക് കുഞ്ഞിൻ്റെ ഉമ്മച്ചിയെ കിട്ടിയിട്ടുണ്ട് റഹ്മാനെ. അതുകൊണ്ട് തന്നെ അല്ലാ റബ്ബേ, ഞാൻ നിന്നോട് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയുന്നില്ല. ഐഷുമ്മ ദുആ ചെയ്യുകയാണ്. എന്നാൽ ഈ സമയം അതാ ഹഫ്സയുടെ ആ വീടിൻ്റെ മുമ്പിൽ അവരെത്തി. വാതിലിൽ മുട്ടി വിളിച്ചു. ആ ഉമ്മച്ചി, ആരോ വന്നല്ലോ. അതെ, മക്കൾ. എന്നാൽ ഹഫ്സ അതാ, പഠിച്ചോനെ ആരാ ഈ സമയത്ത്? അല്ലാ, നിങ്ങൾ ഉപ്പച്ചി വരാനും ആയിട്ടില്ല, നോക്കട്ടെ. ആ വാതിൽ പതുക്കെ തുറന്നു. ഒരു നിമിഷം അതാ ആ മക്കൾ മുന്നിലേക്ക് ഇറങ്ങി. എന്നാൽ ഷമ്മാസ് ഞെട്ടിപ്പോയി. മക്കളെ, ഉമ്മച്ചി
ഇതന്ന് നമ്മൾ വീട്ടിലേക്ക് വന്ന് ഇക്കാക്ക. ശരിക്കും ഹഫ്സ ഞെട്ടിപ്പോയി. റബ്ബേ, ഞാൻ ഈ കാണുന്നത് എന്താ? അത് കേറിയിരിക്കി. അതെ, അവൾ നാണത്തോടെ പറഞ്ഞു. എന്നാൽ ആ മക്കൾ ഷമ്മാസിൻ്റെയും വാഫി ഉസ്താദിൻ്റെയും അടുത്തേക്ക് ചെന്നു. ഉസ്താദേ എന്ന് പറഞ്ഞുകൊണ്ട്. സത്യം പറഞ്ഞാൽ അവർക്ക് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. ആ ഒരു മനോഹരമായ കാഴ്ച ഷമ്മാസ് ശരിക്കും ഞെട്ടി. അല്ലാ, അപ്പോൾ അന്ന് കോയമ്പത്തൂരിലേക്ക് പോയി ഈ മക്കൾക്കായിരുന്നോ ഞാൻ സഹായം, ഉമ്മ തന്ന സഹായം കൊടുത്തിരുന്നത്? റബ്ബേ, ഇത് വല്ലാത്തൊരു അത്ഭുതം തന്നെയാണല്ലോ റഹ്മാനെ. പഠിച്ചോനെ, ഇത് ശരിക്കും ആ മക്കൾ അത് ഉസ്താദുമാരുടെ അടുത്തേക്ക് ഓടിയെത്തുകയായിരുന്നു. അവർ ഓരോന്ന് ചോദിക്കുകയായിരുന്നു. എന്തെന്നില്ലാത്ത സന്തോഷം അത് ഷമ്മാസിൻ്റെ കൈകൾ പിടിച്ചുകൊണ്ടും അതുപോലെ തന്നെ വാഫി ഉസ്താദിൻ്റെ കൈകൾ പിടിച്ചുകൊണ്ടും ആ മക്കൾ ഓരോന്ന് ചോദിക്കുകയായിരുന്നു. നിങ്ങളുടെ വീട് എവിടെയാണോ എന്നുള്ള രീതിയിലൊക്കെ. എന്നാൽ ശരിക്കും ഷമ്മാസിൻ്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. റബ്ബേ, അല്ലാ, ഇതെന്തൊരു അത്ഭുതമാണ് റഹ്മാനെ. പഠിച്ചോനെ, വല്ലാത്തൊരു അത്ഭുതം തന്നെയാണല്ലോ സംഭവിച്ചത്. അതെ, വാഫി ഉസ്താദ് അന്ന് അബൂബക്കർക്ക് തേടിപ്പോയിരുന്ന ആ ഒരു സമയത്ത് ഈ മക്കൾ ഖുർആൻ പാരായണം അതെ അവരോട് പുറത്തിരുന്ന് ഓതുന്നത് കൊണ്ട് അല്ലേ അതൊക്കെ കാണാനും ഒക്കെ കഴിഞ്ഞതും വിവരമറിയിച്ചതും. എല്ലാം പഠിച്ചോനെ, എല്ലാം അള്ളാഹുവിൻ്റെ കഴിവന്നെ കേട്ടോ. എവിടെയോ കിടക്കുന്ന ആ മക്കളിന്ന് ഇവിടെ എത്താൻ കാരണം അവർ തന്നെയല്ലേ. പഠിച്ചോനെ, ശരിക്കും എൻ്റെ മൂത്തശ്ശിയുടെ അനിയത്തിമാരായിരുന്നു എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞതേയില്ല. ഷമ്മാസ് അവിടെയുള്ള കുഞ്ഞിനെ വാരിയെടുത്തു. എന്നാൽ ഹഫ്സ പറഞ്ഞു, ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ നിങ്ങളോട്. ഒരു കാര്യമില്ല. എന്നാൽ ഈ സമയം സൗദയുടെ ഉപ്പ ചോദിക്കുകയാണ്, അതെ, ഇതാരാണെന്ന് നിനക്ക് മനസ്സിലായോ? ഇല്ല, മനസ്സിലായില്ല അല്ലേ? നമ്മുടെ സൗദമോളെ വീട്ടുകാരാണ് നമുക്ക് സഹായം നൽകിയത്. അല്ലാ, റബ്ബേ, ശരിക്കും? അതേടി, ഇവൻ്റെ പേര് ഷാമോന്. ഷമ്മാസ് എന്നാണ് പേര്, ഷാമോൻ എന്ന് വിളിക്കും. പക്ഷേ ഇവനാണെന്ന് അത് ഞാൻ ഓർക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് ഞാനിത്താ ഇങ്ങോട്ട് വന്നിരുന്നല്ലോ, ഞാൻ ഇറച്ചിയായിട്ട്. അല്ല, അപ്പം ഞാൻ മുഖത്തേക്ക് നോക്കിയതുമില്ല. പഠിച്ചോനെ, വല്ലാത്തൊരു, ഞാൻ അറിഞ്ഞില്ല കേട്ടോ ആളാരാന്ന്. അതൊന്നും സാരമില്ല. പെട്ടെന്ന് സൗദിയുടെ പിതാവ് പറഞ്ഞു, അവൾക്ക് ആളുകളുടെ മുമ്പിലേക്ക് ഇറങ്ങാൻ കുറച്ച് മടിയാണേ. അവൾ വളരെയധികം മൂടി പൊതച്ച രീതിയിലാണ്. ഞാൻ ഇല്ലെങ്കിൽ ഗതി കെട്ടുമ്പോഴേ അവൾ ഇറങ്ങുള്ളൂ, അല്ലാതെ അവളങ്ങനെ ഇറങ്ങാറില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ, ഷാമോനെ ക്ഷമിക്കണം. അതിനെന്താ ഉപ്പ, ഒരു പ്രശ്നവുമില്ല, സന്തോഷമേ ഉള്ളൂ. പിന്നെ ഹഫ്സത്താ, സ്നേഹത്തോടെ അവൻ വിളിച്ചു. മോനെ, പിന്നെ ഇന്ന് ഒരു ഇഫ്താർ മീറ്റ് ഉണ്ട് നമ്മളുടെ വീട്ടിൽ. അല്ല, എന്നിട്ട് സൗദ അവൾ പിന്നെ സൗദിയുടെ കാര്യത്തിൽ കുറച്ച് വിഷമാണ്. കുഞ്ഞ് നഷ്ടപ്പെട്ട വേദന അവളുടെ മനസ്സിൽ നിന്ന്. അതൊക്കെ സർപ്രൈസ് ആയിരുന്നു പൊന്നിത്ത. എന്നാൽ സൗദിയുടെ പിതാവ് പറഞ്ഞു, അതെ, അതൊക്കെ വലിയൊരു സർപ്രൈസാണ്. ഇൻഷാ അല്ലാ നിനക്ക് കൂടി ആ ഒരു സർപ്രൈസ് തരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം ഇത്ത ഇനി ഒന്നും ഉണ്ടാക്കണ്ട. എന്തായി നേരത്തെ ഇറച്ചി? ഉപ്പ ചോദിച്ചു. അത് ഞാൻ വരട്ടി വെച്ചിട്ടുണ്ട്, അത് കേടൊന്നും പറ്റില്ല. അല്ല, അപ്പോഴാണ് ഷമ്മാസ് വിചാരിച്ചത്, റബ്ബേ പഠിച്ചോനെ, ഫ്രിഡ്ജ് ഉണ്ടായിരുന്നെങ്കിൽ അതങ്ങ് എടുത്ത് വെച്ചത് മതിയായിരുന്നു. ഇത്ത ഒരു ഫ്രിഡ്ജ് വേണമല്ലേ? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അതൊക്കെ ഞാനേ 2-3 ചട്ടികളിലായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് 2-3 നേരം ഇങ്ങനെ ചൂടാക്കി കൊടുത്താൽ മതി, ഒരു കുഴപ്പവും പറ്റൂല. നല്ലോണം ഇരുമ്പ് ചട്ടിയിലിട്ട്, ഇവിടെ വലിയൊരു ഇരുമ്പ് ചട്ടിയുണ്ട്, അതിലിട്ട് ഇങ്ങോട്ട് വരട്ടിയെടുത്താലേ നല്ല രസമായിരിക്കും. അത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും പത്തിരിയുടെയും പൊറോട്ടയുടെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അത് നല്ല ഫ്രഷ് ആടല്ലേ. ഇപ്പം അടുത്തൊന്നും ഞങ്ങൾക്കിങ്ങനെ കിട്ടിയിട്ടില്ല. അതെ, ഒരു കാലത്ത് ഞാൻ കൊതിച്ചിരുന്നു എൻ്റെ മക്കൾക്കെങ്കിലും വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ പടച്ച റബ്ബ് ഞങ്ങൾക്ക് ഇപ്പോൾ വാരിക്കോരി തന്നൊക്കെയാണ് ചെയ്തത്. ശരിക്കും ഹഫ്സയുടെ സംസാരം കേട്ട് ഷമ്മാസ് അത് കേട്ടിരുന്നു പോയി. മാഷാ അല്ലാ. എന്തൊക്കെ തന്നെയാലും വരിട്ടോ വേഗം. പിന്നെ സമയം ഒരു 3 മണി, ഒരു 4 മണിയാകുമ്പോഴേക്ക് ഞാൻ ഇങ്ങോട്ട് വരാം കേട്ടോ വണ്ടിയുമായിട്ട്. അല്ലോ, അതൊന്നും വേണ്ട. എന്നാൽ ഉപ്പ പറഞ്ഞു, വേണ്ട മോനെ, ഞങ്ങൾ ഓട്ടോ വിളിച്ചിട്ട് അങ്ങോട്ട് വന്നാൽ. വേണ്ട, ഇനിയിപ്പോൾ ആദ്യമായിട്ടല്ലേ. ഷമ്മാസ് പറഞ്ഞു, ഞാൻ ഒരു 4:30-5 മണിയൊക്കെ ആകുമ്പോഴേക്കും ഇവിടെ എത്താം, എല്ലാവരും മാറ്റി ഒരുങ്ങി ഇരുന്നോളൂ കേട്ടോ. സ്നേഹത്തോടെ ഷമ്മാസിൻ്റെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ
അഫ്സയുടെ കണ്ണുകൾ നിറഞ്ഞു. റബ്ബേ, ഭൂമിയിൽ ഇങ്ങനെയുള്ള ആൾക്കാരും ഉണ്ടാവുമല്ലോ. എടി, അതെ, വല്ലാത്തൊരു സന്തോഷമാണ്. നിങ്ങൾ എന്ത് സൗദ എവിടെയാണെന്ന് നിങ്ങൾ പറയാത്തത്? അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ. സൗദയുടെ ആരാണ്? അവന് മനസ്സിലായില്ലേ? മനസ്സിലായി. സത്യമായിട്ടും പഠിച്ചോനെ, ഇത്ര വലിയ വീട്ടിലേക്കാണോ സൗദയെ കെട്ടിച്ചത് നിങ്ങൾ? ആ, അവരെന്ന് വെച്ചാൽ അങ്ങനെയാണ്. പക്ഷേ അതൊന്നും സാരല്ല, എന്തായാലും അവളവിടെ എത്തിയല്ലോ, പഴയതൊന്നിനെ ഓർക്കണ്ട. സ്നേഹത്തോടെ ഹഫ്സ തൻ്റെ ഭർത്താവിനെ ആശ്വസിപ്പിച്ചു. എന്നാൽ ഈ സമയം അതാ ഷമ്മാസ് വിചാരിക്കുന്നു, അത് ഇഫ്താറിന് എല്ലാവരെയും വിളിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഇനിയിപ്പോൾ എന്തപ്പോൾ ചെയ്യാം? ഉമ്മയോട് ഷമ്മാസിന് അവരുടെ മറ്റേ തറവാട്ടിലേക്ക്, ആ വലിയ വീട്ടിലേക്ക് പോകുവാൻ അല്പം നാണമുണ്ട്. കാരണം മറ്റൊന്നുമല്ല, അവിടെ ഒരു പക്ഷേ സത്താറൊക്കെ ഉണ്ടാകും. അപ്പോൾ ഞാനും അവനും അത്ര വലിയൊരു രസത്തിലൊന്നല്ല. കാരണം ഈ പെൺകുട്ടികളുടെയൊക്കെ ഭാവി ജീവിതമൊക്കെ കേടുവരുത്തുമെന്നുള്ള പേടിയൊക്കെ ഉണ്ടായിരുന്നു ഷമ്മാസിന്. അതുകൊണ്ട് തന്നെ അങ്ങനെ തെറ്റ് ചെയ്ത് നടക്കുന്നവരോട് ഷമ്മാസ് കൂട്ടുകൂടാറില്ല. ഭാര്യയും മക്കളും ഒക്കെ ഉണ്ടല്ലോ, എന്നിട്ട് പോലും ആ പാവങ്ങളെ ഉപേക്ഷിച്ച്. ഏതായാലും ഇവിടുത്തെ എന്ന് വെച്ചാൽ ഇവിടുത്തെ ഭാര്യ ആട്ടി പറഞ്ഞയച്ചതാണ് ഇദ്ദേഹത്തെ. എന്നാൽ അൽഹംദുലില്ലാ, ഇദ്ദേഹത്തിന് നല്ലൊരു കുടുംബത്തെ അള്ളാഹു നൽകിയല്ലോ. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. എന്നാൽ വാഫി ഉസ്താദിനെയൊക്കെ സ്നേഹത്തോടു കൂടി ഷമ്മാസ് സ്വീകരിച്ചു. എന്തായാലും ഉസ്താദേ, നിങ്ങളൊക്കെ വന്നതിലും കണ്ടതിലും വല്ലാത്ത സന്തോഷം. ഇന്നത്തെ ഇഫ്താർ മീറ്റ് അത് വല്ലാത്തൊരു സന്തോഷത്തിൻ്റെത് കൂടിയാണ്. കാരണം നിങ്ങളെ സ്പെഷ്യലായിട്ട് വിളിക്കാനുള്ള കാര്യം ഒന്നുമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, സൗദയെ നിങ്ങൾ പള്ളിയിൽ ഇടം കൊടുത്തതും സൗദക്ക് താമസിക്കുവാനുള്ള റൂം കൊടുത്തതും അവൾക്ക് വേണ്ടി അവളുടെ പിതാവിനെ കണ്ടുപിടിക്കുവാൻ വേണ്ടി ഇറങ്ങിയതും എല്ലാം ആ നോമ്പ് നോറ്റുകൊണ്ട് നിങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളോട് നല്ല കടപ്പാടുണ്ട് കേട്ടോ, വാഫി ഉസ്താദ് പറഞ്ഞു. അതൊക്കെ നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായം എപ്പോൾ വേണമെങ്കിലും ആർക്കും ചെയ്തു കൊടുക്കണം. എങ്കിലല്ല അള്ളാഹു നമ്മെ സഹായിക്കുള്ളൂ. എന്തൊക്കെ തന്നെയല്ല, അള്ളാഹു സുബ്ഹാനഹു സ്വീകരിക്കുക. സന്തോഷമായി റഹ്മാനെ, പഠിച്ചോ സ്വീകരിക്കട്ടെ. അതെ, വാഫി ഉസ്താദിൻ്റെ ആ ഒരു വാക്കുകൾ കേട്ട് ശരിക്കും ഷമ്മാസിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. റബ്ബേ, അള്ളാഹു ഓരോരുത്തരുടെ ഇറക്കുന്നില്ലേ. എൻ്റെ ഉമ്മ നിരന്തരം പ്രാർത്ഥിക്കണം, പടച്ച റബ്ബേ, അള്ളാഹുവേ, എൻ്റെ പൊന്നു മോൻ്റെ ഉമ്മച്ചിയെ നീ ഒന്ന് കാണിച്ചു കൊണ്ടോ അല്ലാ എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ തന്നെയാലും മാഷാ അല്ലാ എല്ലാം റാഹത്തായല്ലോ. ആ പിതാവിൻ്റെ അടുത്ത് എത്തിയത് കൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങോട്ട് എത്തിയത്. ആ പിതാവ് പറഞ്ഞു, പൊന്നു മോളെ മാപ്പ് പറയണം എന്ന് പറഞ്ഞിട്ട് ആ ഉപ്പ പറഞ്ഞതാണ്. അതുകൊണ്ട് മാത്രമാണ് സൗദ വന്നത്. അല്ലെങ്കിൽ അവൾക്ക് ഭയമായിരുന്നു. കാരണം എൻ്റെ ഉമ്മ അത്രക്കും ചീത്ത പറഞ്ഞ് ആട്ടി വിട്ടത് കൊണ്ട് തന്നെ ഒരിക്കൽ പോലും എന്നെ വീട്ടിലേക്ക് കയറ്റില്ല. കുഞ്ഞില്ലാതെ ചെന്ന് കഴിഞ്ഞാൽ ഒരിക്കൽ പോലും അവരെന്നെ പരിഗണിക്കില്ല എന്ന് അവൾക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഭയമായിരുന്നു പുത്തൻ വീട്ട് തറവാട്ടുകാർ അവൾക്ക്. പക്ഷേ പുത്തൻ വീട്ട് തറവാടുകാർ ഒരിക്കൽ പോലും കുഞ്ഞിക്കതിയെ പോലെയല്ല. ഐഷമ്മ അത് വേറെ ലെവൽ തന്നെയാണ്. ആരൊക്കെ എന്തൊക്കെ ഇങ്ങോട്ട് കാട്ടിക്കൂട്ടിയാലും ഒരിക്കൽ പോലും തിരിച്ച് ഐഷമ്മ അങ്ങോട്ട് വതല് പറയുകയോ എതിര് പറയുകയോ പകരം വീട്ടുകയോ ചെയ്യാറില്ല. എല്ലാം അള്ളാഹുവിൽ അർപ്പിക്കും. പഠിച്ചോനെ, അറിവില്ലായ്മ കാട്ടിയതായിരിക്കും, അത് സാരല്ലല്ല, നീ പുറത്തു കൊടുക്കല്ല. എപ്പോഴും ഐഷമ്മ അതായിരുന്നു ദുആ ചെയ്തിരുന്നത്. എന്നാൽ ഷമ്മാസ് തന്നെ ഒരു ദിവസം ചോദിച്ചു, അല്ലുമ്മ, ഉമ്മാൻ അത്രക്കും ആ സൗദൻ്റെ ഉമ്മയൊക്കെ ചീത്ത പറഞ്ഞ് വിട്ടിട്ടും എൻ്റെ ഉമ്മ എന്താ വീണ്ടും ഹോസ്പിറ്റലിൽ പോകണം, കുഞ്ഞിനെ കാണാൻ പോകണം എന്നിങ്ങനെ? പൊന്നു മോനെ, അതവർ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞതായിരിക്കും. ഒരു വീട്ടിലേക്ക് ഒരാൾ കയറി ചെല്ലുമ്പോൾ എങ്ങനെ അവർ സ്വീകരിക്കണം എന്നുള്ള കാര്യം അറിയാത്തതുകൊണ്ടാണ് മോനെ. ഉമ്മ, എന്നാലും എൻ്റെ ഉമ്മാൻ്റെ മനസ്സ് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. എന്തൊക്കെ തന്നെയാലും പടച്ച റബ്ബ് എൻ്റെ ഉമ്മക്ക് അതിനുള്ള അർഹമായ പ്രതിഫലം നൽകട്ടെ. മോനെ, നമ്മളെപ്പോഴും നിൽക്കണം, താന്നോടത്തെ വെള്ളം നിൽക്കുള്ളൂന്ന് എൻ്റെ അമ്മ എപ്പോഴും പറഞ്ഞൊരു ചൊല്ലുണ്ട്. താന്നോടത്തെ വെള്ളം നിൽക്കുള്ളൂ, നമ്മളൊരിക്കലും അഹങ്കരിക്കാൻ പാടില്ല. പഠിച്ചോനെ, അല്ലാ, പൊന്നു മോനെ, പഠിച്ച റബ്ബേ, ലൈലത്തുൽ ഖദറിൻ്റെ ദിനങ്ങളാണ് റഹ്മാനെ. ഈ അടുത്ത നോമ്പിന് ആരൊക്കെ ഉണ്ടാകുക അമ്മ അറിയില്ലല്ലോ. പൊന്നാരെ, ഉമ്മാൻ്റെ കുട്ടീനോട് ഉമ്മാക്കൊരു വസിയത്തുണ്ട് കേട്ടോ. എന്തോ ഉമ്മ? പൊന്നാര മോനെ, ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാലും ഈ ഒരു നിലപാട് എന്നും ഉണ്ടാകണം ഇവിടെ. പുത്തൻ വീട് തറവാട്ടിൽ എൻ്റെ ഒരു ഓരി ഉണ്ടാവുമല്ലോ, ആ ഒരു ഓരി അത് പാവങ്ങൾക്കുള്ളതാണ് കേട്ടോ. എൻ്റെ മക്കൾക്കൊക്കെ ഇഷ്ടം പോലെ ഇല്ല, ഞാൻ തന്നിക്കണില്ലേ. ഉമ്മ അങ്ങളൊന്ന് ചിന്തിക്കില്ല ഉമ്മ. പിന്നെ മോനെ,
അതെന്നും പാവങ്ങൾക്കും പള്ളിക്കത്തെ ഉസ്താദ്മാരെ കുട്ടിയാക്കും അതുപോലെ ആരൊക്കെ നമ്മളെ നാട്ടിൽ കൊയങ്ങിയോലോൾക്ക് കൊടുക്കണം കേട്ടോ. ഉമ്മങ്ങൾ ആ കാര്യത്തിലൊന്നും വിഷമിക്കണ്ട. ഉമ്മയുടെ വസിയത്ത് അതായിരുന്നു. എന്നാൽ ഷമ്മാസിന് ഭയം തോന്നി. പഠിച്ചോനെ, എൻ്റെ ഉമ്മ പറയണ കേട്ടില്ലേ? എൻ്റെ ഉമ്മ പറയാണ് അടുത്ത പ്രാവശ്യം ചിലപ്പോൾ ഞാനില്ലെങ്കിൽ. ഷമ്മാസ് അത് കേട്ട് കരഞ്ഞു പോവുകയായിരുന്നു ചെയ്തത്. കാരണം ഉമ്മയില്ലാത്തൊരു പുത്തൻ വീട് തറവാട്, റബ്ബേ, അതിനെക്കുറിച്ച് ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല. ഷമ്മാസ് കരയുകയായിരുന്നു. മോനെ, ഉമ്മാൻ്റെ കുട്ടി കരയില്ലേ? ഉമ്മ അത്രയും കാലങ്ങളപ്പൊക്കെ ജീവിച്ചില്ലേ? എൻ്റെ പേരക്കുട്ടികളൊക്കെ കണ്ടു. ഏതായാലും എൻ്റെ സൗദിയും കുട്ടി അതും ഒന്നായി. ഇനിയിപ്പോൾ ഒരേ ഒരു നെയ്യത്തെ ഉള്ളായിരുന്നു, അതിൻ്റെ കുട്ടി. ഇൻഷാ അല്ലാ എൻ്റെ ഫൈസലും മുന്താസൊന്നും ഒരുമിച്ച് കിട്ടണം. ഓൾക്കൊരു കുട്ടി ഉണ്ടായി കിട്ടിയാൽ അൽഹംദുലില്ലാ, എന്നാൽ പിന്നെ കണ്ണടക്കാം. പിന്നെ മക്കളെ കാര്യത്തിൽ വിഷമമില്ലല്ലോ, എല്ലാവരും റാഹത്തായല്ലോ. ഐഷും അത് പറയുമ്പോൾ ശരിക്കും ഷമ്മാസിന് ഭയമാണ്. ഉമ്മ നിങ്ങളിങ്ങനെ പറയില്ലേ ഉമ്മ, എന്നെ നിങ്ങൾ പേടിപ്പിക്കില്ലേ ഉമ്മ? പൊന്നാരെ, ഉമ്മ ഇത്രയും കൊല്ലം ഇവിടെ ജീവിച്ചില്ലേ, നല്ല മട്ടത്തിൽ ഇവിടെ ജീവിച്ചു അൽഹംദുലില്ലാ. ഏതായാലും പഠിച്ചവൻ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ റഹ്മാനെ ഞാൻ എല്ലാവർക്കും എത്തിച്ചേക്കണ്. ഉമ്മാൻ്റെ കുട്ടി ഇനിയിപ്പോൾ ഒരു തരി പൊന്നും ഇവിടെ ഒന്നും ഉമ്മാൻ്റെ ബാക്കി വെക്കരുത് കേട്ടോ. അതൊക്കെ കണ്ട് എത്തിമക്കൾക്കും പാവങ്ങൾക്കും കൊടുക്കണം കേട്ടോ. ഏതായാലും ഇവിടെ ഇങ്ങനെ ഒരു കൂട്ടി വെച്ചിരുന്ന എൻ്റെ കല്യാണത്തിങ്ങത്തെ ആ പണ്ടും പൊന്നൊക്കെ പള്ളി ഉണ്ടാക്കാൻ വേണ്ടിയാണ് മുസ്ലിം തങ്ങളെടുത്താണ് കൊടുത്തതോടുകൂടി സമാധാനമായി. മറ്റേത് ഇവിടെ പെട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കല്ലേ. നമ്മളിപ്പോൾ എത്ര സക്കാത്ത് കൊടുത്താലും അതിനോരൊക്കെ കൊടുത്തിട്ടുണ്ടാവും, എനിക്കറിയില്ല എൻ്റെ പൊന്നാരേ. ശരിക്കും ഷമ്മാസ് അത് കേട്ട് ഒന്ന് ഞെട്ടി. റബ്ബേ റഹ്മാനെ, ഒന്നും ഉമ്മ അറിഞ്ഞിട്ടില്ല റഹ്മാനെ, ഇനി അറിയിക്കാൻ ഞാൻ മതിയായിരുന്നു. ഉമ്മയുടെ മനസ്സ് ടെൻഷനാണെന്ന് എനിക്കിഷ്ടമല്ലല്ലോ പഠിച്ചോനെ. എന്നാൽ ഈ സമയം പുത്തൻ വീട് തറവാട്ടിൽ അതാ ആളുകളെല്ലാം എത്തിത്തുടങ്ങി. എല്ലാവരും അത്ഭുതപ്പെട്ടു. കാരണം അന്ന് ഏകദേശം 10-11 മണി ആയപ്പോഴേക്കുമാണ് അന്ന് നല്ല ആടിൻ്റെ ഇറച്ചി വീട്ടിലേക്കെല്ലാം കിട്ടിയത്. എല്ലാവരും അത് ഇനി ഭക്ഷിക്കാം, ഉണ്ടാക്കാം എന്നുള്ള രീതിയിലാണ് ഇങ്ങനൊരു ഇഫ്താറിൻ്റെ വിളിയും വന്നത്. അത് പ്രത്യേകമായിട്ട് അന്ന് ഉച്ചക്ക് ഉസ്താദ് പള്ളിയിൽ നിന്ന് പറയുകയും ചെയ്തു. ഇന്ന് പുത്തൻ വീട് തറവാട്ടിൽ നോമ്പുതുറുണ്ട്, അപ്പോൾ അറിഞ്ഞോലൊക്കെ ഒന്ന് അറിയാത്തവരോടൊക്കെ ഒന്ന് പറഞ്ഞ് സഹകരിക്കുകയാണ്. കാരണം അത് പ്രത്യേകമായി വിളിക്കുകയോ ഒന്നുമല്ല ചെയ്യുന്നത്, അറിഞ്ഞവർ പോകുക എന്നുള്ളതാണ്. പക്ഷേ ഇതിപ്പോൾ ആദ്യമായിട്ടല്ലേ നമ്മുടെ സൗദയുടെ ഉമ്മയുടെ ആ ഒരു വീട്ടിലേക്ക് അവരാദ്യമായിട്ടല്ലേ എന്ന് കരുതി, അതുമല്ല അവരെ ഒന്ന് കാണാം എന്നും കരുതിയിട്ട് ഷമ്മാസും ഉസ്താദുമാരും എല്ലാവരും പുറപ്പെട്ടതാണ്. എന്തൊക്കെ തന്നെയല്ലേ അഫ്സ ദുആ ചെയ്തു. പഠിച്ച റബ്ബേ, അള്ളാഹുവേ റഹ്മാനെ, ഞങ്ങൾക്ക് സഹായം നൽകിയ കരങ്ങളെ നീ വെറുതെ ആക്കല്ല അല്ലാ. അവർക്ക് അള്ളാഹുവേ ഈ ദുനിയാവിലും ആഖിറത്തിലും അതിൻ്റെ ഇരട്ടിയിലധികം കൊടുക്ക് റഹ്മാനെ. ആമീൻ. ആ കരങ്ങളിലേക്ക് റഹ്മാനെ നീ സ്വർഗം നൽകി റഹ്മാനെ. അവർക്ക് ഹൃദയം പൊട്ടി അവൾ ദുആ ചെയ്തിരുന്നു. അങ്ങനെ അതാ അല്പസമയം കഴിഞ്ഞപ്പോൾ അവൾ അസ്ർ നമസ്കരിച്ച് പടച്ച റബ്ബിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതാ ഒരു ബ്ലാക്ക് കാറ് അങ്ങോട്ട് കടന്നു വരുന്നു. എന്നാൽ അതിൽ നിന്ന് അതെ ആ യുവാവ് ഇറങ്ങുന്നു. മറ്റാരുമല്ല, ഷമ്മാസ് തന്നെ. ഇത്ത ആയില്ലേ ഇക്ക? പൊന്നു മോനെ, ഷാമോനെ, ഞങ്ങൾ അങ്ങോട്ട് വരുമായിരുന്നല്ലോ, എന്തിനാ കുട്ടി ഇങ്ങോട്ട് മെനക്കെട്ട്? അല്ലുപ്പാ, ആദ്യമായിട്ടല്ലേ നമ്മളെ വീട്ടിലേക്ക് വരുന്നത് എന്ന് പറഞ്ഞ് അതാ ഹഫ്സയെയും മക്കളെയുമെല്ലാം ആ കാറിലേക്ക് അവർ കയറുവാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. ശരിക്കും ഹഫ്സയുടെ കണ്ണുകൾ നിറഞ്ഞുപോയി. റബ്ബേ പഠിച്ചോൻ, ഇതുവരെയായിട്ട് ഇങ്ങനൊരു AC ഉള്ള ഒരു കാറിൽ ഞാൻ കയറിയിട്ടില്ലല്ലോ പഠിച്ചോനെ. മക്കൾക്കും തന്നെ വല്ലാത്ത സന്തോഷം. ഉമ്മ എന്തൊരു സുഖാലേ ഇതിലെ, എന്തൊരു തണുപ്പാലേ. അത് മക്കൾക്കും വല്ലാത്ത ആകാംക്ഷ. എന്നാൽ മക്കളോട് ഉമ്മച്ചി പറഞ്ഞു, മക്കളെ മിണ്ടണ്ട, അവർ കേൾക്കും എന്നുള്ളത്. എന്തൊക്കെ തന്നെയാലും അതാ സന്തോഷത്തോടെ പുത്തൻ വീട് തറവാട്ടിലേക്ക് ഉപ്പയുടെ രണ്ടാം ഭാര്യയെയും മക്കളെയും കൊണ്ടുപോകുന്നു ഷമ്മാസ്. അവർ കാറിൽ നിന്നിറങ്ങുന്നത് എല്ലാവരും നോക്കിക്കൊണ്ടിരുന്നു. അത് ശരിക്കും. എന്നാൽ ഈ സമയമായപ്പോഴേക്കും റജിനത്തിയും മക്കളും എല്ലാവരും എത്തി. പഠിച്ചോനെ, മാഷാ അല്ലാ, അൽഹംദുലില്ലാ. എന്തായാലും വല്ലാത്തൊരു അത്ഭുതം തന്നെയാണ്.
അതെ, ആയിഷമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് റജിനത്ത പറയുന്നു. എന്നാലും എൻ്റെ താത്ത കേട്ടപ്പോൾ മനസ്സ് നിറഞ്ഞു പോയി. ഇതൊക്കെ എങ്ങനെയാണ് പടച്ചോൻ്റെ നിഅമത്ത്. എന്നാൽ സൗദിയുടെ റൂമിലേക്ക് അതാ റജിനത്ത കടന്നു ചെല്ലുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അതെ, അവരുടെ കൈകൾ പിടിച്ച് സൗദ കരഞ്ഞു. കരയണ്ട മോളെ, കരയണ്ട. എല്ലാം അള്ളാഹുവിൻ്റെ വിധി. എന്തായാലും തിരിച്ചറിവുണ്ടായല്ലോ നിനക്ക്, അതെന്നെ വലിയ ഭാഗ്യം. എളാമ, ഒരിക്കൽ പോലും ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. അതൊക്കെ പ്രേരിപ്പിച്ച് ചെയ്യിപ്പിച്ചതാണ് എളാമ. എനിക്കതൊന്നും അറിയില്ലായിരുന്നു. സത്യമായിട്ടുള്ള അമ്മ, ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. മോളെ സൗദ, നീ വിഷമിക്കണ്ട, സാരല്ല, കയ്യാനുള്ളത് കഴിഞ്ഞു പോയില്ലേ. പക്ഷെ തന്നെക്കുറിച്ച് വല്ല സംശയമുണ്ടോ എന്നുള്ള പേടിയുണ്ടായിരുന്നു അവൾക്ക്. കുഞ്ഞിന് പാല് കൊടുത്തോ? വരാം. അതെ, റജിനത്താക്ക് സൗദിയെ കാണുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ ചെറിയൊരു എന്തോ ഒരു ഉള്ള പോലെയുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഞാൻ ആറ്റുനോറ്റുണ്ടാക്കിയ കല്യാണമായിരുന്നു. ആ ഒരു കല്യാണത്തിന് അവൾക്ക് നല്ല രീതിയിലുള്ള എല്ലാ സുഖ സൗകര്യങ്ങളും എല്ലാം കിട്ടിയിട്ടും അവളമ്മ വിളിച്ചപ്പോഴേക്കും ഇറങ്ങിപ്പോന്നു, നവാസിനെ ഉപേക്ഷിച്ച്. ആ ഒരു വേദന റജിനത്തയുടെ മനസ്സിൽ നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷേ സൗദക്ക് മനസ്സിനുള്ളിൽ ചെറിയൊരു വിഷമം. റജിനത്താക്ക് എന്നോട് എന്തോ ഒരു മനസ്സിൽ ദേഷ്യമുള്ള പോലെ ഉണ്ടാവുമല്ലോ, ഇല്ലാണ്ടിരിക്കൂലല്ലോ. എൻ്റെ പ്രവൃത്തി അങ്ങനെയായിരുന്നല്ലോ, ഞാനായിട്ട് തന്നെയല്ലേ ചെയ്ത് കാട്ടിക്കൂട്ടിയത്, പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ ഉമ്മാനെ അതാ ഷമ്മാസ് വിളിക്കുന്നു. ഉമ്മാ, ഉമ്മാ. ആ മോനെ. ഉമ്മ, അവർ എത്തിയിട്ടുണ്ട്. ആ മോനെ, ഞാൻ അങ്ങോട്ട് ഇറങ്ങി വരാം. അപ്പോൾ തന്നെ അതാ ഐഷുമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. അതെ, കാറിൽ നിന്ന് ഇറങ്ങുന്ന ഹഫ്സയെ കൈ പിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. വരി, കയറി. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ശരിക്കും അവർ അത്ഭുതപ്പെടുകയായിരുന്നു. അത് ഹിജാബ് ധരിച്ചുകൊണ്ട് നല്ലൊരു പെണ്ണ്, മാഷാ അല്ലാ. അതെ, നല്ല കിളി പോലുള്ള മക്കളും നല്ല 2 പെൺകുട്ടികളും കൂട്ടത്തിൽ ഒരു കുഞ്ഞു മോനും. ശരിക്കും അവർ സന്തോഷത്തോടെ ഐഷുമ്മ സ്വീകരിച്ചു. മാഷാ അല്ലാ, ഇതെല്ലാം കാണാൻ പറ്റിയല്ലോ. അതെ, കോയമ്പത്തൂരിൽ ജീവിച്ചിരുന്ന അവരെ, തമിഴ്നാട്ടിൽ ജീവിച്ചിരുന്ന അവരെ കേരളത്തിലെ പുത്തൻവീട് തറവാട്ടിലേക്ക് എത്തിയതിൽ അത് വല്ലാത്തൊരു സന്തോഷമായിരുന്നു അവർക്ക്. ശരിക്കും നേരെ സൗദിയുടെ റൂമിലേക്കാണ് ഉമ്മ കൊണ്ടുപോയത്. വേറെ ഇരിക്കി. അല്ലാ, ഇരിക്കി പഠിച്ചോനെ. ഏതായാലും കാണാൻ കഴിഞ്ഞൊരു വല്ലാത്ത സന്തോഷം കേട്ടോ. ഷമ്മാസ് കാര്യങ്ങളെല്ലാം ഉമ്മയോട് പറഞ്ഞിരുന്നു. എന്നാൽ ഐഷമ്മ പറഞ്ഞു, മക്കളെ, ഏതായാലും പടച്ചോൻ വിചാരിച്ചത്രേ ഉള്ളൂ. അവിടെ പട്ടിണി കിടക്കണ നിങ്ങൾ ഏതായാലും ഇവിടെ എത്താനുള്ളൊരു ഭാഗ്യം, അതൊക്കെ അതിനൊരു കാരണം ഉണ്ടാവും. എന്തായാലും സൗദ ആ പോക്ക് ഉപ്പാനും തിരഞ്ഞു പോയതുകൊണ്ടല്ലേ ഇപ്പോൾ അങ്ങനെയൊക്കെ ആയി കിട്ടിയത്. ഉമ്മ, ഏതായാലും അൽഹംദുലില്ലാ, വല്ലാത്ത ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഇങ്ങോട്ട് വരണം എന്നുള്ളത്. പക്ഷേ പേടിച്ചിട്ട് കൊണ്ടുവന്നില്ല. കാരണം പറയാൻ പറ്റില്ലല്ലോ. പൊന്നു മോളെ, അതൊന്നും സാറില്ല, പഠിച്ചോ എല്ലാവരും സ്വഭാവം നന്നാക്കട്ടെ. ഉമ്മ, ഒരിക്കൽ പോലും ഞാൻ കരുതിക്കൂട്ടി ഒന്നുമല്ല ഉമ്മ. എനിക്കറിയുക പോലും ഇല്ലായിരുന്നു മോളെ. അത് സാരമില്ല. പിന്നെ ഇപ്പം എന്താ, കുറേ ഒരു മനുഷ്യനങ്ങനെ ഇടങ്ങാറാവുമ്പോൾ അതിൻ്റെ മനസ്സിലും തോന്നൂലേ പഠിച്ചോനെ വേറെ എന്തെങ്കിലും ഒന്ന് ചിന്തിക്കട്ടെ എന്ന്. ഉമ്മ, അതങ്ങനെയല്ല. എനിക്ക് മനസ്സിലേക്കണ കാര്യം, അതിനെക്കുറിച്ചൊന്നും വിശദീകരിക്കണ്ട. ഏതായാലും നോമ്പൊക്കെ തുറക്കാനയക്കണം. കേരളത്തിൽ ആദ്യമായിട്ട് വന്നിട്ട് ഇങ്ങോട്ട് ആദ്യമായിട്ടല്ലേ ഉമ്മ. മാഷാ അല്ലാ, നല്ല സ്വഭാവമുള്ള ആളുകളാണല്ലോ എല്ലാവരും. ശരിക്കും സൗദിയും ഞെട്ടിപ്പോയി. അതെ, ഒരിക്കൽ പോലും അവർ അങ്ങോട്ട് വരുന്നേ വിചാരിച്ചില്ല സൗദ. ഉമ്മ, നിങ്ങൾ അതെ മോളെ, ഇവിടുത്തെ ഷാമോൻ എന്ന പേരുള്ള മോനുണ്ടല്ലോ, ഞങ്ങളെ കൊണ്ടുവരാൻ വന്നിക്കാണ്. അവിടെ ഒറ്റ വന്ന് ഞങ്ങളെ സ്വീകരിച്ച് ഞങ്ങളെ കൊണ്ടുവന്നു മോളെ. ഏതായാലും വല്ലാത്ത സന്തോഷം. പുത്തൻ വീട് തറവാടിൽ ഇന്നാണ് വലിയ സന്തോഷം. അത് എല്ലാവരും ഒത്തൊരുമിച്ച് ചേരുന്ന സന്തോഷം. എന്നാൽ അതിനിടയ്ക്ക് സൗദിയുടെ ഒറിജിനൽ ഉമ്മ കുഞ്ഞിക്കതിയാത്തയും ഹസീനയും സത്താറും വരുമോ എന്നുള്ള ഒരു കാര്യവും അവൾക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അഥവാ വന്നാൽ തന്നെ കണ്ടാൽ എന്തായിരിക്കും എന്നുള്ള രീതിയിൽ ഒരു ഭയം സൗദിയുടെ മനസ്സിലുണ്ടായിരുന്നു. ഇനി ഒരിക്കൽ പോലും തൻ്റെ അനിയത്തിയെയും തൻ്റെ അനിയത്തിയുടെ ഭർത്താവ് എന്ന് പറയുന്ന ആ സത്താറിൻ്റെ മുഖം കാണരുതേ എന്ന് കൊതിച്ചിരുന്നു അവൾ.
ഉമ്മ തന്നെ, ഉമ്മയുടെ മുഖം തന്നെ കാണാൻ ഇഷ്ടമല്ല. കാരണം ഉമ്മ അത്രക്കും വേണ്ടാത്തതിന് എന്നെ നിർബന്ധിച്ചതാണ്. പഠിച്ചോൻ ഏതായാലും കാത്തു റബ്ബേ. എന്നാൽ ഈ സമയം അതാ ഐഷമ, മക്കളെ എന്നെ വരി, നോമ്പ് തുറക്കാം, നമുക്ക് ഇവിടേക്ക് ഇരിക്കാം. ശരിക്കും അതാ നോമ്പ് തുറക്കുവാൻ വേണ്ടി നിരത്തിയ ആ ഒരു പന്തലിലേക്ക് അതാ അവരെ ക്ഷണിച്ചു. ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ഫുഡ് ഐറ്റംസ് ആയിരുന്നു പുത്തൻവീട് തറവാട്ടിൽ സെറ്റാക്കിയിരുന്നത്. പതിവ് പോലെ പള്ളിയിലെ ഉസ്താദുമാരും മോലേരുട്ടികളും എല്ലാവരും എത്തിയിരിക്കുന്നു. അവരെയൊക്കെ പ്രത്യേകമായിട്ട് ഐഷമ്മ പതിവ് പോലെ ക്ഷണിക്കാൻ പറഞ്ഞതായിരുന്നു. എന്നാൽ പലർക്കും ഒരു അത്ഭുതം, പുത്തൻവീട് തറവാട്ടിൽ ഇത് എത്രാമത്തെ ഇഫ്താറാണ്, ഓരോ പത്തിലും ഉണ്ടെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് പലർക്കും വളരെയധികം സന്തോഷവും. എന്നാൽ ഈ സമയം ശരിക്കും അതാ നമ്മുടെ ഹഫ്സ ഞെട്ടിപ്പോവുകയാണ്. അതെ, കേരളത്തിൽ മലപ്പുറത്തിൻ്റെ ഈ ഒരു ഗ്രാമത്തിൽ പഴയ കാലത്തിൻ്റെ ആഴമുള്ള ചരിത്രമുള്ള ഒരു വലിയ തറവാട്. ആ വീടിൻ്റെ പേര് പുത്തൻവീട് തറവാട്. നോമ്പുമാസത്തിൻ്റെ ഒരു മനോഹരമായ വൈകുന്നേരം. സൂര്യൻ പടിഞ്ഞാറേക്ക് പതുക്കെ താഴുകയാണ്. ആകാശം ചുവപ്പും ഓറഞ്ചും കലർന്ന നിറത്തിൽ നിറഞ്ഞിരിക്കുന്നു. ആ വലിയ തറവാട്ടിൻ്റെ വിശാലമായ മുറ്റത്ത് ഇന്ന് വലിയൊരു ആൾക്കൂട്ടം തന്നെയുണ്ട്. അത് അവിടെ ഇന്ന് വലിയൊരു നോമ്പുതുറയാണ്. പള്ളിയിലെ ഉസ്താദുമാരും മോലിയേരുട്ടികളും നാട്ടുകാരും ബന്ധുക്കളും എല്ലാവരും ചേർന്നൊരു വലിയ ഇഫ്താർ സംഗമം. വലിയ മേശകളും നീളമുള്ള പായകളും വിരിച്ച് മുറ്റം മുഴുവനും ഒരുക്കിയിരിക്കുന്നു. അവിടെ നിരത്തിയിരിക്കുന്ന ഭക്ഷണങ്ങൾ കണ്ടാൽ തന്നെ കണ്ണുകൾ തന്നെ നിറഞ്ഞു പോകും. റബ്ബേ, ഇതുപോലുള്ളൊരു പാർട്ടി ഞാൻ കണ്ടിട്ടില്ല, ഇത്ര ഭക്ഷണവും കണ്ടിട്ടില്ല. നാടൻ പത്തിരിയും ചൂടുള്ള ഇറച്ചിക്കറിയും സുഗന്ധം നിറഞ്ഞ ബിരിയാണിയും അറേബ്യൻ സ്റ്റൈൽ മന്തിയും പിന്നെ ചൂടുള്ള പൊറാട്ടയും അൽഫാം ചിക്കനും. അവിടെ മാത്രമല്ല, സ്പെഷ്യൽ നോമ്പുകഞ്ഞിയും മധുരമുള്ള പായസവും തണുത്ത തരി ജ്യൂസ്. മേശയുടെ മറ്റേ വശത്ത് ഈത്തപ്പഴങ്ങൾ, പഴവർഗ്ഗങ്ങൾ, ഫ്രൂട്ട് സലാഡ്, അതിനൊപ്പം സമൂസ, കട്ട്ലറ്റ്, പഴംപൊരി. അവിടെ കൂടി നോക്കിയാൽ മലബാർ സ്പെഷ്യൽ ചട്ടിപ്പത്തിരി, വടക്കൻ കേരളത്തിൻ്റെ രുചിയായ കായപ്പോള. ഇതെല്ലാം ചേർന്നപ്പോൾ ആ രാജകീയ ഇഫ്താർ പോലെ തോന്നിപ്പോയി അവൾക്ക്. ശരിക്കും അവൾ അത്ഭുതപ്പെടുകയാണ്. പഠിച്ചോനെ, ഞാനിത് ഇവിടെയാണ് നിൽക്കുന്നത് എന്ന് തന്നെ. ഹഫ്സ ശരിക്കും അത്ഭുതപ്പെടുകയാണ്. അവിടെ ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് അതെല്ലാം നോക്കി നിൽക്കുകയായിരുന്നു ഹഫ്സയും മക്കളും. അവർക്കിതൊരു അത്ഭുതമാണ്. അതെ, അവൾ വന്നത് കോയമ്പത്തൂർ നഗരത്തിൽ നിന്ന്. അവിടെ ഇങ്ങനെയൊന്നും ഇല്ല. ശരിക്കും കേരളത്തിലെത്തിയപ്പോൾ കണ്ട ഈ ഒരു അത്ഭുതം അവളെ കൂടുതൽ സന്തോഷവതിയാക്കുന്നതോടൊപ്പം അത്ഭുതവതിയാക്കി. ഹഫ്സ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വലിയ തറവാട് തന്നെ ശരിക്ക് കാണുന്നത്. അതെ, ഇങ്ങനൊരു വലിയ തറവാട്ടിൽ ഇഫ്താറിന് കൂടുന്നതും ആദ്യമായിട്ട് തന്നെ. അവൾ അത്ഭുതത്തോടെ പറഞ്ഞു, റബ്ബേ, ഇത്രയും വലിയ ഇഫ്താർ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അവളുടെ കൂടെ അവളുടെ കുട്ടികളും അതുതന്നെയാണ് വിചാരിക്കുന്നത്. ഉമ്മച്ചി, ഇതെന്താ? കുട്ടികൾക്കും കണ്ണുകൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. മക്കളും ഒരു കുട്ടി ചോദിച്ചു, ഉമ്മ, ഇവയെല്ലാം നമുക്ക് കഴിക്കാമോ? ഹഫ്സ ചിരിച്ചു, അതെ മക്കളെ, ഇവയെല്ലാം നോമ്പുതുറക്ക് വേണ്ടി തന്നെയാണ്. കാരണം ആ മക്കൾ പല സമയത്തും പട്ടിണിയായിരുന്നു. ഒരു കഷ്ണം ഇറച്ചിക്ക് വേണ്ടി ആ മക്കൾ കൊതിച്ചിരുന്നു. എന്നാൽ ഇവിടെ ചിക്കനും ബീഫും മട്ടനും ഫിഷും എല്ലാം കൂടി മിക്സായിട്ട് ഇഷ്ടമുള്ളത് കഴിക്കാവുന്ന അത്ര ഭക്ഷണമുണ്ട്. അവിടെ നിന്നുകൊണ്ട് ഹഫ്സയുടെ മനസ്സ് മറ്റൊരു ചിന്തയിൽ പോയി. അവളുടെ ഭർത്താവിൻ്റെ ആദ്യ മകൾ സൗദ. റബ്ബേ, അവളെ തന്നെയാണ് ഈ പുത്തൻവീട് തറവാട്ടിലേക്ക് വിവാഹം കഴിപ്പിച്ചത്. ഹഫ്സയുടെ മനസ്സിൽ ആ ചിന്ത വന്നു. പഠിച്ചോനെ, ഇത്രയും നല്ല വീട്ടിൽ നിന്ന് അവൾ എന്തിനു പോകാൻ ഇറങ്ങിപ്പോയി? എങ്ങനെ അവൾക്കതിന് കഴിഞ്ഞോ? ആ വീട്ടിലെ എല്ലാവരുടെയും വലിയ മനസ്സും ആതിഥ്യവും കണ്ടപ്പോൾ അവൾ അത്ഭുതപ്പെടുകയായിരുന്നു. കാരണം ഐഷമ്മയായാലും ഷമ്മാസായാലും വളരെ സ്നേഹത്തോടു കൂടിയാണ് അവരുടെ സ്വീകരണം. അത് മാത്രമല്ല, നമ്മുടെ നുസൈബയും അങ്ങനെ തന്നെ. എന്നാൽ സമീറയും ഏറെ വൈകിയാണ് കാര്യങ്ങൾ അറിഞ്ഞതെങ്കിലും വല്ലാത്ത സൗഹൃദമായിരുന്നു എല്ലാവർക്കും. എന്നാൽ അവൾ ഓരോന്ന് ചിന്തിച്ചിരുന്നു. പഠിച്ചോനെ, ആ സമയത്തുള്ള ദിക്റുകളും ദുആകളും ചൊല്ലി ഈ സമയത്തുള്ള ദിക്റുകൾക്കും ദുആകൾക്കും വല്ലാത്ത പ്രതിഫലം തന്നെയായിരിക്കും. അത് ഓരോ മനസ്സിനുള്ളിലെ ആഗ്രഹങ്ങളെല്ലാം ഹഫ്സ പടച്ച റബ്ബിനോട് ദുആ ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ അടുത്തുള്ള പള്ളിയിൽ നിന്നും അതാ മനോഹരമായ
ബാങ്കിൻ്റെ ശബ്ദം കേൾക്കുന്നു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് അത് കേട്ടപ്പോൾ എല്ലാവരും അതാ ശാന്തമായിരുന്ന് ആദ്യം ഈത്തപ്പഴം എടുത്ത് ബിസ്മില്ലാ അല്ലാഹുമ്മ ലക സുംതു വലാ റിസ്ഖക അഫ്തർതു എന്ന് പറഞ്ഞു എല്ലാവരും വായിലേക്ക് വെക്കുന്ന സമയം, പഠിച്ചോനെ വല്ലാത്തൊരു സന്തോഷത്തിൻ്റെ സമയം തന്നെയാണ്. എല്ലാവരും സന്തോഷത്തോടെ നോമ്പ് തുറക്കുന്നു. മുറ്റം മുഴുവനും സന്തോഷവും സമാധാനവും നിറഞ്ഞു. എന്നാൽ ഈ സമയം സൗദ വീട്ടിനുള്ളിൽ തന്നെയാണ്, കുഞ്ഞിൻ്റെ അടുത്ത്. അവൾ വീട്ടിനുള്ളിൽ. ഇന്ന് സൗദക്ക് സന്തോഷമാണ്. കാരണം ഇന്ന് ആദ്യമായി അവൾ തൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ, അതും ഈ വലിയ തറവാട്ടിൽ നോമ്പ് തുറക്കുകയാണ്. അവളുടെ കണ്ണുകളിൽ സന്തോഷത്തിൻ്റെ തിളക്കം. പുറത്തുനിന്ന് കുട്ടികളുടെ ചിരിയും പാത്രങ്ങളുടെ ശബ്ദവും ദുആയുടെ ശബ്ദവും എല്ലാം കേൾക്കുന്നു. ആ വലിയ തറവാട്ടിൽ ആ ദിവസം ഭക്ഷണം മാത്രമല്ല പങ്കുവച്ചത്, സ്നേഹവും ബന്ധവും സന്തോഷവും. എന്നാൽ ഹഫ്സയുടെ മനസ്സിലേക്ക് കടന്നു വന്നു, അതെ, സമ്പത്ത് വലിയ വലിയ വീടുകൾ കൊണ്ട് മാത്രമല്ല, മനസ്സിൻ്റെ വിശാലത കൊണ്ടാണ്. പുത്തൻ വീട്, തറവാട് അത് ഒരു വീട് മാത്രമല്ല, സ്നേഹത്തോടെ ആളുകളെ സ്വീകരിക്കുന്ന ഒരു കുടുംബം കൂടിയാണ്. അല്ലാഹുവേ, ഇവിടെയുള്ള എല്ലാവർക്കും നീ ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യ റഹ്മാനെ. സൗദയും പൊട്ടിക്കരഞ്ഞ് പടച്ച റബ്ബിനോട് ദുആ ചെയ്തു. അങ്ങനെ അതാ ആ വീട്ടിലെ ഇഫ്താർ സംഗമം എല്ലാവരും സന്തോഷത്തോടു കൂടി ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.